സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം നിലവിൽ വരാൻ പോവുകയാണ്. വലിയ ബോട്ടുകൾക്ക് ഈ കാലയളവിൽ കടലിൽ പോകാൻ കഴിയില്ല. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. വലകളൊക്കെ ഒരുക്കി അവർ കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ട്രോളിംഗ് നിരോധനം വരാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നു. അതിനുള്ള ഒരുക്കത്തിലാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ. അത് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? വലയുടെ സെറ്റിങ് ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കണ. വേറെ ഇനിയിപ്പോൾ വല വള്ളത്തിൽ കയറ്റിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കയറ്റി ഫുള്ളാക്കി തീർക്കും. അങ്ങനെ തന്നെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്, കടലിൽ ഇറങ്ങുന്നത്. അത് തുടക്കം തുടങ്ങി ഇറങ്ങണം എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾ പോണത്. ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കടൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമുള്ളൂ. ഇപ്പോൾ കടലൊക്കെ ആയിട്ടില്ല, ആയിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നോട്ടായിട്ടുള്ള നമ്മളെ തയ്യാറെടുപ്പും കാര്യങ്ങളിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇപ്പോൾ മഴക്കാലം കുറച്ച് വൈകി എത്തി. അത് മത്സ്യങ്ങളുടെ ലഭ്യതയെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും വലിയ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് മഴ കൂടുതൽ ലഭിച്ചെങ്കിൽ മാത്രമേ മീൻ കൂടുതലായിട്ട് നമുക്ക് പടിഞ്ഞാറ് ഇറങ്ങി വരാൻ സാധ്യത കൂടുതലുള്ളൂ. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ തൊഴിലിന് കൃത്യമായിട്ടും ബാധിക്കും. ബോട്ടൊക്കെ കണ്ടീഷനിങ് ആക്കി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെയുണ്ട് ബോട്ടിന്റെ കണ്ടീഷനാണ്? ബോട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കണ്ടീഷൻ ആക്കിയിട്ട് ഇപ്പോൾ വല കയറ്റുന്നു, എഞ്ചിൻ സെറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോ ഓരോ സാധനങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. ഇപ്പൊ ലൈസൻസ് കാര്യങ്ങളൊക്കെ നോക്കലും ചെക്കിംഗ് ഒക്കെ നടക്കും. ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് പണി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ പണിക്ക് പോകും. നല്ലൊരു പ്രതീക്ഷയുടെ കാലമാണ് വരാനിരിക്കുന്നത്. പ്രതീക്ഷയുള്ള നമ്മുടെ ജീവിതം ആ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്.